ഇതാണ് നമ്മളെ മാംഗോസ്റ്റിന്. ഇതിപ്പോൾ ഏകദേശം ഒരു പറയാ റിങ് ചെയ്തതാണ്, മുദ്രവളയം ചെയ്ത സമയത്ത് ഈ മാവ് പ്രാവശ്യം കാച്ചിട്ട് ഇതാ ഞാൻ റിങ് ചെയ്തു മുദ്രവളയം. ശരിക്കും ഇതിൻ്റെ പേര് സ്വീറ്റ് കോക്കനട്ട് മാംഗോ എന്ന് പറയും. ഇതും ചക്ക പ്ലാവിൻ്റെ ഒരു ഇനാണ്. ഈ പ്ലാവ് ചെയ്ത സമയത്ത് ഈ മാവ് പ്രാവശ്യം കാച്ചു. ഇതൊന്നും കായ്ച്ചിട്ടില്ലായിരുന്നു. ഫ്രണ്ട്സ് നമസ്കാരം, നമ്മളെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും ഇത് വെങ്ങനാപ്പള്ളി എന്ന് പറയും. ഇത് പ്രാവശ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ മുതിരവള ഇട്ടതാ. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിട്ടില്ല. അതൊക്കെ 10 വയസ്സായ മാവാ. ഇത് കണ്ടോ, ഈ മുതിരവള ഇട്ടപ്പോൾ ഈ മാവ് പ്രാവശ്യം ഉഷാറായിട്ട് ഫ്ലവർ ചെയ്തു. അത്യാവശ്യം നല്ലോണം കായ്ച്ചിട്ടുണ്ട്. ഇതാ ഫുള്ള് സൂപ്പറായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഈ മാവിൻ്റെ അടുത്ത് 2 എണ്ണം ഉണ്ട് ഈ പറമ്പിൽ. രണ്ടും ഉഷാറായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതാണിത് വെങ്ങനാപ്പള്ളി. കുറേ ഇതിൽ കവർ ഇട്ടിട്ടില്ല. ഹൈറ്റിലുള്ളതൊന്നും നമ്മൾ കവർ ഇട്ടിട്ടില്ല. താഴെയുള്ളതൊക്കെ കവർ ഇട്ടിട്ടുണ്ട്. ഇതല്ലേ മാവ് നീലമാങ്ങയാണ്. ഇതിന് ഞാൻ മൂതരവള ഇടാതെ നിർത്തിയതാണ്. ഇതും 10 വയസ്സായ മാവാണ്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിന് ഞാൻ റിങ് ഇട്ടില്ല, മൂതരവള ഇട്ടതില്ല. പക്ഷേ ഈ മാവ് പ്രാവശ്യം കായ്ച്ചതുമില്ല. ഇത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇടും. ഞാൻ ഒരു പരീക്ഷണത്തിന് ഇത് വെച്ചതാണ്, പക്ഷേ പ്രാവശ്യം കായ്ച്ചിട്ടില്ല, ഇതുവരെ കായ്ച്ചിട്ടില്ല. ഞാൻ അടുത്ത പ്രാവശ്യം ഇതിനും ഞാൻ മൂതരവള ഇടും. ഇത് നമ്മളെ NIT റംബൂട്ടാനാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല. 3 വർഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ വെയിലിന് കുറച്ചൊരു കുറവുണ്ട്. പക്ഷേ ഇലക്കൊക്കെ നല്ലൊരു വെയിൽ കൂടിയാലാണ് ഈ ഒരു വിഷയം വരൽ. ഇലൻ്റെ തലഭാഗം ബോറോണിൻ്റെ കുറവല്ല, ബോറോണും മൈക്രോ ന്യൂട്രിയൻസൊക്കെ നല്ല കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫ്ലവർ ചെയ്തിട്ടില്ല. ഇത് 3 വയസ്സായി. ഇതാണ് നമ്മളെ മാംഗോസ്റ്റിന്. ഇതിപ്പോൾ ഏകദേശം ഒരു 11 വയസ്സായി. ഇതെല്ലാ കൊല്ലം കായ്ക്കുന്നതാണ്. പക്ഷേ ഇക്കൊല്ലം ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല. അതിന് വേണ്ട വളങ്ങളും മൈക്രോ ന്യൂട്രിയൻസും കാൽസ്യം നൈട്രേറ്റും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഫ്ലവർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം ഒരു 50-60 കായ പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉഷാറായിരുന്നു. ഇനി സമയമുണ്ട്, ചിലപ്പോൾ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഫ്ലവർ ചെയ്യുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു മാവാണ്. ഇതിൻ്റെ പേര് അറിയില്ല, മറന്നുപോയി. ഇതും കുറേ മുമ്പ് വെച്ചതാണ്. പറഞ്ഞ പോലെ 10 വർഷമായ പ്ലാന്റാണ്. ഇതും ഈ പ്രാവശ്യം ഇതാ ഞാൻ റിങ് ചെയ്തു മുതിരവളയം റിങ് ചെയ്ത്. അത് ആ ഭാഗത്തൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. ഇതാ ഫ്ലവർ, ഇവിടെയൊക്കെ ഫ്ലവർ വരുന്നുണ്ട്. പുതുതായിട്ട് ഇതാ എല്ലാം നല്ല ഫ്ലവറായിട്ട് വരുന്നുണ്ട്. ആ ഭാഗത്തും ആ സൈഡിലൊക്കെ ചെറിയ ഉണ്ണിമാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയില്ല. ഒക്കെ റിങ് ചെയ്തതിൻ്റെ ശേഷമാണ് വർഷം കായ്ച്ച്. ഇതാണ് അടിപൊളി ഒരു മാങ്ങയാണ്. ഇതിൻ്റെ പേര് ഇതിന് തേങ്ങമാങ്ങ എന്ന് പറയും. ശരിക്കും ഇതിൻ്റെ പേര് സ്വീറ്റ് കോക്കനട്ട് മാംഗോ എന്ന് പറയും. ഇതും ഏകദേശം ഒരു 15 വയസ്സായ മാവാണ്. ഇതുവരെ കായ്ച്ചില്ലായിരുന്നു. ഇതിന് ഞാനിതാ മുതിരവളയം ചെയ്തു. മാവ് നല്ല പോലെ കായ്ച്ച്. പക്ഷെ എല്ലാം ഉണങ്ങിപ്പോയി. അതിലൊരു മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2-2.5 കിലോ തൂക്കം വരുന്ന നല്ലൊരു ടേസ്റ്റുള്ള മാങ്ങ. ആദ്യം വീട്ടിലുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബ്രദറിൻ്റെ വീട് പണിൻ്റെ ഭാഗമായിട്ട് ആ മാവ് മുറിച്ച് കളഞ്ഞു. അന്നൊരു തൈ വെച്ചതാണ്. പക്ഷെ ഈ പ്രാവശ്യം നല്ലപോലെ കായ്ച്ച്. ഇനി അടുത്ത പ്രാവശ്യം നല്ല കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. സ്വീറ്റ് കോക്കനട്ട് മാംഗോ, നല്ല ഉഷാർ ടേസ്റ്റുള്ള മാങ്ങ. ഇത് നമ്മളെ അബ്യൂ പ്ലാന്റ് ആണ്. അബ്യൂ നമ്മുടെ അടുത്ത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നിപ്പിൾ ടൈപ്പും ഒന്ന് ജയൻറ്റും. ഇത് ജയൻ്റാണ്. ഇത് ഈ പ്രാവശ്യം ഏകദേശം ഒരു 8-10 കായ, അല്ല 10 കായൻ്റെ മേലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 2 വയസ്സായതാണ്. ഇത് പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടില്ല. 10 കായ ഞങ്ങൾക്ക് കിട്ടി. അതിനോട് തൊട്ട് ചാരിയിട്ട് തന്നെയുള്ളത് ഇത് മുസമ്പിയാണ്. ഇത് നമ്മുടെ സാധാ മുസമ്പിയാണ്. ഇത് ആദ്യം ഒരു പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കായ്ച്ചിട്ടില്ല. പിന്നെ അതിനോട് തൊട്ട് ചാരിയിട്ട് വേറുള്ളത് ഇത് ഒരു മാവാണ്. ഈ മാവിൻ്റെ പേര് ഓൾ സീസണാണ്. ഇത് 2-3 പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടൊന്നുമില്ല. ഇത് വലിയ ടേസ്റ്റുള്ള മാങ്ങ ഒന്നുമില്ല. നമുക്ക് അച്ചാർ ഏത് സമയത്തും ഇതിന്മേൽ മാങ്ങ ഉണ്ടാവും, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അണ്ടി കനം കൂടുതലാണ്. വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഏത് സമയം മാങ്ങ ഉണ്ടാവും. അതാണ് ഓൾ സീസൺ മാംഗോ എന്ന് പറയും. ഇത് നമ്മളൊരു മറ്റേ ചക്ക പ്ലാവിൻ്റെ ഒരു ഇനാണ്. ഈ പ്ലാവിൻ്റെ പേരാണ് ഡാൻസൂര്യ. നല്ല ടേസ്റ്റുള്ളൊരു ചക്കയാണ്. ഇതിപ്പോൾ ഒരു വയസ്സായിട്ടുള്ള പ്രാവശ്യം വെച്ചിട്ട്. നമ്മൾ ഈ തൊടിയിൽ മൊത്തം 1 ഏക്കറിൻ്റെ മേലെ വരുന്നൊരു ഭൂമിയാണ്. ഇതിൽ നിന്ന് ഏകദേശം നമ്മളൊരു 40-50 വലിയ വലിയ മരങ്ങൾ മുറിച്ച് ഒഴിവാക്കിയിട്ട് ഇപ്പം ഇങ്ങനത്തെ പ്ലാന്റുകൾ, ഒരു ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റ് കൂടുതൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ആക്കി തീർക്കാൻ വേണ്ടി ചെയ്യുക. വലിയ വലിയ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കി. ഇത് ഡാൻസൂര്യാണ്. ഇവിടെയൊക്കെ വലിയ വലിയ മരങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെയൊക്കെ മുറിച്ച് ഒഴിവാക്കിയിട്ട് ഇനി ഇവിടെയൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് വെച്ച കുറച്ച് പ്ലാന്റുകളാണ്. ഇനിയും കുറേ വെക്കാനുണ്ട്. മാവാണ് ഇത്. തായ്ലൻഡിൻ്റെ ഒരു അടിപൊളി മാവാണ്. ഇതിൻ്റെ പേരാണ് ക്യൂംസാം റോഡ്. ഇതും ഇതുവരെ കായ്ച്ചിട്ടില്ല. 2 വയസ്സ് കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള മാങ്ങ. ഇത് ഏകദേശം ഒരു 2 കിലോ 1.5 കിലോൻ്റെ ഒക്കെ മേലെ, 1 കിലോൻ്റെ മേലെ എന്തായാലും വെയിറ്റ് വരുന്ന മാങ്ങയാണിത്. ക്യൂംസാം റോഡ്.
ഒരു മാവാണ്. ഇതിൻ്റെ പേര് ഹിമാപസന്ത്. ഹിമാപസന്ത് ഇത് ഇതുവരെ കായ പിടിച്ചിട്ടൊന്നുമില്ല. ഇത് ഏകദേശം ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഹിമാപസന്ത് അതിനോട് തൊട്ട് ചാരി തന്നെ നമ്മൾ വേറൊരു പേര വെച്ചിട്ടുണ്ട്. ഇത് ജപ്പാൻ പേര, ഫസ്റ്റ് ഇറങ്ങിയ ജപ്പാൻ പേരാണ്. 2-3 കായ പിടിച്ചിട്ടുണ്ട്. ഇതാ ഫ്ലവർ മുട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ബ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. ജപ്പാൻ പേര എന്ന് പറയും. കുറച്ച് വലിപ്പം, ഉള്ളിൽ തീരെ സീഡ് ഉണ്ടാവില്ല. നല്ല മധുരമുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പേരാണ്. പക്ഷെ ഇത് കായപിടുത്തം കുറച്ച് കുറവാണ്. എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോന്ന് കായ കിട്ടുമല്ലോ. ഏറ്റവും കൂടുതൽ ജാർവി റെഡാണ് നന്നാവുക. ടേസ്റ്റ് കൂടുതൽ രണ്ടും ഏകദേശം സെയിമാണ്. പക്ഷെ ജാർവി റെഡ് എല്ലാം ബഞ്ചായിട്ട് വരും. ഇത് ഇടയ്ക്ക് ഓരോന്ന് അങ്ങനെ വരുള്ളൂ. വെറൈറ്റിയാണ്. മൂവാണ്ടൻ, വൈറ്റ് മൂവാണ്ടൻ എന്ന് പറയും. ഇത് പ്രാവശ്യം ഫസ്റ്റായിട്ട് കായ്ച്ചതാണ്. ഏകദേശം ഒരു 6-8 മാങ്ങ പിടിച്ചിട്ടുണ്ട് വൈറ്റ് മൂവാണ്ടൻ. ഇതും അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 8 വയസ്സായ ഒരു മാവാണ്. ഇതിൻ്റെ പേര് നാസിക് പസന്ത് എന്നാണ്. ഇതും കായ്ക്കാഞ്ഞിട്ട് ഈ പ്രാവശ്യം ഞാൻ മുതിരവള ഇട്ടു. മുതിരവള ഇട്ട് സൂപ്പറായിട്ട് ഫ്ലവർ ചെയ്തു. ഇതാ ബഞ്ചായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് നല്ല ബഞ്ചായിട്ട്. ഇതിന് കുറേ ഫംഗസിൻ്റെ അസുഖമുണ്ട്. ഞാൻ അതിനൊക്കെ മരുന്നിപ്പോൾ ചെയ്തതാണ്. അപ്പം അതിന് ശേഷം ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ പേരാണ് നാസിക് പസന്ത്. ഹിമാപസന്ത് ഉണ്ട്, അത് ചെറുതാണ്. ഇത് നാസിക് പസന്ത്. നല്ലൊരു മാവാണ്. കാലാപ്പാടി എല്ലാവർക്കും അറിയുന്നൊരു മാങ്ങ, എല്ലാവരും വീട്ടിൽ വെക്കേണ്ട ഒരു മാവാണ് കാലാപ്പാടി. ഇതും ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞു. അപ്പോൾ 2 കായ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഒക്കത്തിനും കവർ ചെയ്തതാണ് കാലാപ്പാടി. അത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് കൊമ്പ് പെട്ടെന്ന് ഒടിയും. ഇപ്പോൾ നമ്മളൊരു കൊലകൊലായിട്ട് മാവ് വരികയാണെങ്കിൽ കൊമ്പ് ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് കയറെന്തെങ്കിലും വെച്ചിട്ട് കെട്ടിക്കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയാൽ മതി. പക്ഷെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ വരും. ഇതിൻ്റെ പേരാണ് കാലാപ്പാടി. ഒരു മാവാണ്. ഇതിൻ്റെ പേരാണ് അമർപ്പാളി. അമ്രപ്പാളി എന്ന് പറയും, അമർപ്പാളി എന്ന് പറയും. ഒന്നും ഫ്ലവർ ചെയ്യാനായിട്ടില്ല. അടുത്ത വർഷമൊക്കെ ഉഷാറായിട്ട് കായ്ക്കും. ഇതൊക്കെ ഞാൻ ബുഷാക്കി നിർത്തിയതാണ്. ഇതിനൊക്കെ നല്ല വെയിലാണ് ആവശ്യം. പിന്നെ നമ്മൾ വളവും ഇതിൻ്റെ കൂടെ സ്ലറിയും കൊടുക്കുന്നുണ്ട്. അമർപ്പാളിയാണിത്. വേറൊരു പ്ലാന്റാണിത്, ജഹാംഗീർ എന്ന് പറയും. ഇത് നല്ല വലിപ്പമുള്ളൊരു മാങ്ങ. ഇതൊന്നും ഇതുവരെ കായ്ച്ചിട്ടില്ല. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് കായ്ക്കുന്നറിയും. ഇതിങ്ങനെ ഒരു ബുഷായിട്ടാണ് വരുന്നത്. ഒക്കെ കയറ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയതാണ് ജഹാംഗീർ. അവിടെ ആദ്യം കാണിച്ചില്ലേ നമ്മൾ തേങ്ങ മാങ്ങ എന്ന് പറയും, സ്വീറ്റ് കോക്കനട്ട് മാംഗോ. അതിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റ് ഞാൻ വെച്ചതാണ്. ഇത് വെച്ചിട്ട് ഇപ്പോൾ 2 വയസ്സാവുന്നുള്ളൂ. കായ്ക്കാനായിട്ടില്ല. എന്തായാലും ഒരു 4-5 വർഷമൊക്കെ കഴിയും. സ്വീറ്റ് കോക്കനട്ട് മാംഗോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച മാവിൻ്റെ സെയിം വെറൈറ്റിയാണ്, വെങ്ങനാപ്പള്ളി. ഇതും ഞാൻ ഈ പ്രാവശ്യം എന്താ പറയുക റിങ് ചെയ്തതാണ്. മുദ്രവളയം ചെയ്ത സമയത്ത് ഈ മാവ് പ്രാവശ്യം കായ്ച്ചു. ഇതൊന്നും കായ്ച്ചിട്ടില്ലായിരുന്നു. ഒക്കെ 8 വയസ്സ് 7 വയസ്സൊക്കെ ആയ മാവാണ്. മുദ്രവളയം ചെയ്ത സമയത്ത് ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്തു നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ഇതാ നല്ല ബഞ്ചായിട്ട് കായ്ച്ചിട്ടുണ്ട്. ആ സൈഡിലും ബാക്കിലെല്ലാം ഉണ്ട്. ഇത് ഞങ്ങളൊരു മൽഗോവ മാവാണ്. ഈ മാവ് ഇങ്ങനെ വലുതായി പോയിട്ട് നമുക്ക് ഈ മാങ്ങ കിട്ടലില്ല. അതായത് അത്രയും ഹൈറ്റ് പോയിട്ട് മാങ്ങ താഴെ വീണ് പൊട്ടിപ്പോവാണ്. തോട്ടിക്ക് വരെ കിട്ടില്ല. അതിന് ഈ പ്രാവശ്യം ഞാൻ എന്താക്കി, ഈ മാവ് നേരെ താഴെ വെച്ച് ഏകദേശം ഒരു 2 മീറ്റർ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് മഴ പോകുന്ന ലാസ്റ്റ് സമയത്ത്, അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് മാവ് അവിടെ സെൻറ്റർ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് കവർ ഇട്ട് കൊടുത്ത്. എന്നതിന് ശേഷം ഇപ്പോൾ മാവ് തളിർത്ത് നല്ല ബുഷായിട്ട് വരുന്നു. നമ്മൾ അതിന് മരുന്ന് മറ്റേ സാഫും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ഇപ്പോൾ മാവ് ബുഷായിട്ട് വരുന്നത്. അടുത്ത വർഷം ഇത് കായ്ക്കും. ഇപ്പോൾ നമുക്കൊരു മാവിനെ മാങ്ങ നമ്മളൊരു പറിക്കാനും കവറിടാനും പറ്റുന്ന ഒരു ലെവലിൽ മാങ്ങനെ നിർത്തിയതാണ്. ഈ മാവിൻ്റെ പേരാണ് മൽഗോവ. ഒക്കെ നല്ല ടേസ്റ്റുള്ള മാവ്. പക്ഷെ ഇതൊക്കെ പുഴുശല്യം കൂടുതലുണ്ട്. പക്ഷെ ചില സമയത്ത് നല്ല ഉഷാറായിട്ട് കിട്ടാറുണ്ട്.